നെയ്യാറ്റിൻകരയിൽ വരുമ്പോൾ എനിക്ക് ഈ ആദ്യം ഇത്രയും മോശമാണെന്ന് ഞാൻ മനസ്സിലായില്ല. ഇപ്പം പര്യടനം കൂടി കഴിഞ്ഞപ്പോൾ എല്ലാ ഇട റോഡുകളിലും ഉള്ളിൽ പോകാൻ കഴിയും. ഇത്രയും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന നിയോജകമണ്ഡലം വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നെനിക്കിപ്പോൾ സംശയമാണ്. എന്തായാലും DCC പ്രസിഡൻ്റ് ആയതുകൊണ്ട് ഈ ജില്ലയിലെ 14 നിയോജകമണ്ഡലവും എനിക്കറിയാം. അവിടെ ഒന്നും ഇതുപോലെ ഇത്രയും മോശമായ റോഡില്ല. നെയ്യാറ്റിൻകര സാധാരണഗതിയിൽ ഞാൻ ഒരു MLA കുറ്റപ്പെടുത്തില്ല, ഒരു തെരഞ്ഞെടുപ്പിലും അവിടുത്തെ MLA ഞാൻ കുറ്റപ്പെടുത്താറില്ല. പക്ഷേ ഇവിടെ ഭരണകക്ഷിയുടെ MLA ആണ്. ആർക്കും കിട്ടാത്ത 10 വർഷമായിരുന്നു ഭരണകക്ഷിയുടെ MLA ആയിട്ട് തുടർച്ചയായിട്ട് ഇരിക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് ഈ റോഡുകൾ ടാർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ വീഴ്ചയാണ്. ഞാൻ കൊടുക്കുന്ന ഒരു ഉറപ്പ്, ഒന്ന്, നമ്മുടെ ആശുപത്രി മേഖല ജനറൽ ഹോസ്പിറ്റലിനെ എല്ലാ സ്പെഷ്യാലിറ്റി കേഡറുമുള്ള ഒരു മേജർ ഹോസ്പിറ്റലായി ഉയർത്തും. അത് ഒന്ന്. അതോടൊപ്പം മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ, അവിടെ ഡയാലിസിസ് ആരംഭിക്കാൻ കഴിയുന്നിടത്ത് അത്, പിന്നെ എക്സ്റ്റൻഡഡ് OP, അതുപോലെ പിന്നെ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി അവിടെ അതിനുള്ള പെർമിഷൻ വാങ്ങും, അത് നടപ്പിലാക്കും. അതുൾപ്പെടെ ആരോഗ്യ മേഖല സമഗ്രമായി ഒരു വലിയ മാറ്റം ഈ നിയോജകമണ്ഡലത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കും. ആദ്യം ഞാൻ പറഞ്ഞ റോഡുകൾക്ക് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അടിയന്തരമായ റോഡുകൾ മുഴുവൻ ടാർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും. ആശുപത്രി മേഖല വളരെ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. ഇതിനു പുറമെ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം കാണുന്നത് കുടിവെള്ളമാണ്. കുടിവെള്ളക്ഷാമം ഇത് രൂക്ഷമായിട്ട് നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. കാട്ടാക്കടയും ഉണ്ടായിരുന്നു. അതിന് പരിഹാരം കണ്ട ഒരാളാണ് ഞാൻ. അവസാനം കുടിവെള്ളത്തിന് അനുവദിച്ച 155 കോടി രൂപ വീണ്ടും ബാക്കി ഉണ്ടായിരുന്നു എൻ്റെ കാലാവധി തീരുമ്പോഴത്തേക്ക്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളെ കരവന കളിയിക്കാവിള ദേശീയപാത നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഞാനാണ്. പലരും അത് വിശ്വസിക്കില്ല. അന്ന് നേമം നിയോജകമണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു. അന്ന് നേമം നിയോജകമണ്ഡലത്തിൻ്റെ MLA ആയിരിക്കുമ്പോഴത്തേക്ക് കരമന മുതലാണ് എൻ്റെ നിയോജകമണ്ഡലം ആരംഭിക്കുന്നത്. നേമം അതാണ് കരമന. അന്ന് അവസാനിക്കുന്നത് വഴിമുക്കാണ്. അതുവരെയുള്ള ഒറ്റ ഇതാണ് ആദ്യം എടുക്കുന്നത്. അങ്ങനെ കരമന കളിയിക്കാവിള കൊണ്ടുവന്നത് ഞാനാണ്. പക്ഷേ ഞാൻ സ്പീക്കറായി 2016 എൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി സാറ് പ്രാവച്ചമ്പലം വരെയുള്ള, ഉമ്മൻചാണ്ടി സാറ് ഞാനും കൂടി ചേർന്ന് പ്രാവച്ചമ്പലം വരെയുള്ള അത് പൂർത്തിയാക്കി. അതിനുശേഷം ഇപ്പുറത്ത് കൊടിയട വരെയുള്ള തുക അനുവദിക്കുകയും അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. രണ്ടും ഒരുമിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു. അവിടെ തന്നെ നിൽക്കുന്നു. വർഷം 10 കഴിഞ്ഞു, അതിനിപ്പുറത്തേക്ക് വന്നിട്ടില്ല. ഇത് അടിയന്തരമായി ഞാൻ പ്രാധാന്യം കൊടുത്ത് കരവന കളിയിക്കാവിള ഏതാണ്ട് പ്രധാനപ്പെട്ട പോർഷൻ അത്രയും 5 വർഷം കൊണ്ട് കവർ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ മറ്റ് മേഖലകൾ, ഗതാഗത മേഖല, ട്രാൻസ്പോർട്ട് സർവീസ് പലയിടത്തുമില്ല. പുതിയ ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിക്കും. നമ്മുടെ KSRTC സബ് ഡിപ്പോ അത് വളരെ ശോചനീയ അവസ്ഥയിലാണ്. അത് ഞാൻ പരിഹരിക്കും. സിവിൽ സ്റ്റേഷൻ ഒരുപാട് പരാതി പറഞ്ഞിരിക്കുന്നു, അത് മോശമാണ്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അതുപോലെ സൗകര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം മിനി സിവിൽ സ്റ്റേഷൻ ആരംഭിക്കും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നെയ്യാറ്റിൻകര നിയോജകമണ്ഡലത്തിൻ്റെ സമഗ്ര വികസനമാണ്. എനിക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഏതെല്ലാം നിയോജകമണ്ഡലത്തിൽ MLA ആയിരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം സമഗ്രമായ വികസനമാണ് എൻ്റെ ലക്ഷ്യം. അത് ഞാൻ നെയ്യാറ്റിൻകര ഞാൻ വിജയിച്ചാൽ അത് നടപ്പിലാക്കും.